ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഓൾറെഡി നമ്മുടെ കൊനാമി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന ബുധനാഴ്ചയാണ് ഒരു 4:30 അല്ലെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ആവും. എന്നിട്ട് ഈ വരുന്ന 14-ാം തീയതി നമ്മുടെ വ്യാഴാഴ്ച ഒരു വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ 2025 ഈ ഫുട്ബോൾ മാറിയിട്ട് 2026 ഈ ഫുട്ബോൾ ആവും. ഗൈസ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു അപ്ഡേറ്റ് വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം മച്ചാമാരെ, നിലവിൽ നമ്മൾ ഇന്നലെ തന്നെ അവർ ഒഫീഷ്യലായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെയ്മറിന്റെ ഒരു കാർഡ് നിങ്ങൾക്കറിയാം, പുതിയൊരു അംബാസഡർ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാർഡാണ് നമ്മുടെ മെസ്സിയും നെയ്മർ. അപ്പോൾ അത് പോയിട്ട് നെയ്മർ ഒരു കാർഡ് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് 1500 പോയിന്റ്. അപ്പൊ നല്ലൊരു കാർഡ് തന്നെ ആയിരിക്കും. അപ്പൊ മച്ചവരെ ഓൾറെഡി നമ്മൾ ഇന്നലെ രാത്രി മച്ചവരെ നമ്മൾ രാത്രിയാണ് 1vs1 ഗോ മാച്ച് വരുന്നത് 8 മണിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ലൈവിൽ പോയപ്പോഴായിരുന്നു ഇന്നലെ കുറെ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ട് എല്ലാവരെയും കുറച്ച് നേരം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊരു ഇമെയിൽ പാസ്വേഡ് വെച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കൊനാമി ഐ ഡി ആയിട്ടെങ്കിലും ലിങ്ക് ചെയ്ത് നോക്കുക. അത് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ലിങ്ക് ആവും. അപ്പോൾ മച്ചാവരെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എൻ്റെ ലിങ്കുകളല്ലായിരുന്നു രണ്ടും. അപ്പോൾ എൻ്റെ അക്കൗണ്ട് നിലവിൽ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ ലിങ്ക് ചെയ്തു, പുതിയ ഇമെയിലും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് മച്ചാവരെ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് പറയാൻ പോണേ നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ച് വരുമോ, മാസ്റ്റർ ലീഗ് വരുമോ, അതുപോലെ തന്നെ നമുക്കൊരു പുതിയ ഇന്ത്യൻ ക്യാമ്പയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ റൊണാൾഡോന്റെ കാര്യമാണ് മച്ചാവരെ. നമ്മുടെ 2008 റൊണാൾഡോന്റെ ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാവുന്ന മച്ചാവരെ, നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ യമാലിന്റെ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടേ അവർ അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടീഷർട്ടിൽ ML എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ മച്ചാമാരെ നിലവിൽ അത് കാണിക്കുന്നത് മാസ്റ്റർ ലീഗ് എന്നൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റർ ലീഗ്. അപ്പം മച്ചാമാരെ സംഭവം എന്താ വെച്ചാൽ എല്ലാ യൂസേഴ്സിനും ഇഷ്ടമാണ്. കാരണം കസ്റ്റമൈസേഷനും എഡിറ്റ് മോഡും എല്ലാ കാര്യങ്ങളും. അപ്പം നിലവിൽ നിങ്ങൾക്കറിയാം PC-യിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ കൊനാമി അനൗൺസ് ചെയ്യുന്നതാണ് ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾക്കറിയാലോ ബുധനാഴ്ചത്തെ മെയിൻ്റെനൻസ് ലൈവിലൂടെ ആയിരിക്കും അവർ നമ്മുടെ ഈ കണക്ക് എന്ന് പറഞ്ഞ സാധനത്തിലൂടെ ആയിരിക്കും അവർ കൂടുതൽ കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യും. അപ്പം മച്ചാമാരെ നിലവിൽ ഇപ്പം ഡാറ്റാബേസിലല്ല നമ്മുടെ വരാൻ പോണ കാര്യത്തിനനുസരിച്ച് ഒരു 40% സാധനം മാത്രമേ മാസ്റ്റർ ലീഗിന്റെ വരുള്ളൂ. ഫുള്ളായിട്ട് വരില്ല, കുറച്ച് കാര്യങ്ങൾ. അതായത് ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, പിന്നെ കുറച്ച് ഇച്ചിരി പോക്കറ്റിങ് കാര്യങ്ങൾ, പിന്നെ FPS കൂട്ടും, പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിലവിൽ അവർ അതിനെപ്പറ്റി ഇടുന്നുള്ളൂ. പിന്നെ മച്ചാമാരെ ഓൾറെഡി പ്ലെയർ എക്സ്ചേഞ്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മച്ചാമാരെ ഓൾറെഡി നിങ്ങൾക്കറിയാലോ പ്ലെയർ എക്സ്ചേഞ്ചിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ കൺഫേം ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു റീജിയൻ എങ്ങാണ്ട് എഡിറ്റ് മോഡ് അല്ല, അത് ഒരു വീഡിയോ അത് പബ്ലിഷ് ചെയ്യുക. ആ ഒരു വീഡിയോയിൽ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലെയർ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കുറേ പ്രശ്നം ഉണ്ടാവും. കാരണം വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് ബീസ്റ്റ് അക്കൗണ്ട് ആക്കും. അപ്പോൾ എന്തായാലും ബീസ്റ്റ് അക്കൗണ്ട് ആക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കോയിൻ ഒന്നും പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ കഴിച്ച് ഉറപ്പായിട്ടും അത് അവരുടെ ബിസിനസ്സിന് എന്തായാലും തകർച്ചയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് അവരെന്താ പറയാ അതവർ കൊണ്ടുവന്നാൽ തന്നെ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബിസിനസ് രീതിക്ക് നല്ല രീതിക്ക് കയറാനുള്ള രീതിയിൽ മാത്രമേ അവർ പ്ലെയർ എക്സ്ചേഞ്ച് കൊണ്ടുവരൂ, അല്ലാണ്ട് കൊണ്ടുവരില്ല. പിന്നെ നമുക്ക് അത് വരും എന്നുള്ളൊരു ഉറപ്പുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ലിങ്ക് അപ്ലൈ ട്രഷർ ലിങ്ക് എന്നൊക്കെ പറയുന്ന സാധനം വന്നുകൊണ്ട് അതിലൊക്കെ ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ നിലവിൽ അതും ചിലപ്പോൾ വരും. പക്ഷെ മച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല, വേറെ രീതിയിലായിരിക്കും പ്ലെയർ എക്സ്ചേഞ്ച് വരിക. അല്ലാണ്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബീസ്റ്റ് മോഡ് ആക്കുന്ന ടൈപ്പൊന്നും ആയിരിക്കില്ല. അവർ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അതാണ് നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള ഒരു കാര്യം. പിന്നെ മച്ചാൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓഗസ്റ്റ് 15 ഏകദേശം 14 കൂടി 15 ആകുമ്പോൾ പുതിയൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇവർ ഓൾറെഡി അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, കൊനാമി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1 സെലിബ്രേഷൻ ആൻഡ് സ്പിരിറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഛേത്രിയുടെ രാഹുലിന്റെ ഒരു ഷോർട്ട് ടൈം കാർഡ്. അത് മച്ചാവരെ ഷോർട്ട് ടൈം കാർഡ് നല്ല കാർഡായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗുർപ്രീത് സിംഗിന്റെ ഒരു കാർഡ് വന്ന പോലെ മാച്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ യൂസേഴ്സിന് 2 കാർഡുകൾ കിട്ടും. ഇനിയും കുറച്ച് കാർഡുകൾ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞപ്പോൾ മച്ചാവരെ നിലവിൽ ആ കാർഡ് വരുന്നത് കൊണ്ട് തന്നെ എന്താ പറയാ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സ്കില്ലും കാര്യങ്ങളും ഇല്ലെങ്കിലും നല്ലൊരു കാർഡായിരിക്കും. നമുക്ക് എന്തായാലും ടീമിലിട്ട് കളിപ്പിച്ച് എല്ലാം സെറ്റാക്കാൻ നല്ല കാർഡല്ലേ കൊനാമി തരട്ടെ ഗൈസ്. അപ്പം പിന്നെ മച്ചാമാരെ നിങ്ങൾക്കറിയാം റൊണാൾഡോന്റെ കാര്യം മച്ചാമാരെ ഓൾറെഡി അറിയാം. നമ്മളിപ്പോൾ കൊണ്ടായിട്ട് ഷോർട്ട് ടൈം എല്ലാവരും അവർ ഇറക്കി കോയിൻ എല്ലാവരും കൊടുത്തു കളഞ്ഞു. അപ്പം മച്ചാമാരെ കുറെ പേർക്ക് ഫ്രീ ട്രയൽ കിട്ടി. അപ്പം 2008 കാര്യം പറയുമ്പോൾ മച്ചാമാരെ നിലവിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ കൊനാമിക്ക് ലൈസൻസ് ഉണ്ട്. അതായത് ഓൾറെഡി അവർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവർ ഓൾറെഡി ഒരു ഫിഫ് പ്രോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതായത് ബാലൻഡിയർ മേടിച്ച ആ ഒരു ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ഇയറിൽ ഏറ്റവും നല്ലൊരു പ്ലെയറിനെ എടുത്തിട്ടാണ് അവർ നമ്മുടെ കൊനാമിക്ക് ആ ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ 2008 എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ 2008 2009 റൊണാൾഡോന്റെ കാർഡ് തന്നെ അവർക്ക് വേണമെന്ന് വെച്ചാൽ കൊണ്ടുവരാൻ കഴിയും. ഓൾറെഡി ആ ഒരു ലൈസൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിലവിൽ ചെറിയൊരു ചാൻസ് ഉണ്ട് മച്ചാമാര് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ അണ്ണൻ ചിലപ്പോ ആ ഒരു കാർഡിൽ പ്രത്യക്ഷപ്പെടാം. കാരണം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പൈസ പൊട്ടിക്കാത്തൊരു വരെ ആ ഒരു കാർഡ് വന്നാൽ പൈസ പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് എന്തായാലും ഗൈസ് നമുക്കറിയാം ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ, സെർവർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡോർമോണ്ടിന്റെ സ്റ്റേഡിയാണ്
പിന്നെ മച്ചാമ്മ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ കക്ക അതുപോലെ തന്നെ നമ്മുടെ പെല ഇവരൊക്കെ ആ ഒരു ഡേറ്റിൽ അതിന് ലൈസൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഹെൻറി ഒക്കെ വന്നത്. ഇനിയിപ്പം സിദാനും ആർണനൊക്കെ ഓൾറെഡി ലൈസൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ വേറൊരു പ്ലെയർ ഉണ്ട്, നമ്മുടെ എന്താ പറയുക, ഇവർ തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്താണ് ഹെൻറിന്റെ കാര്യം. ഹെൻറി ഇതുപോലെ തന്നെ ബാലൻഡിയർ ഉള്ളതാണ്. അപ്പൊ മിക്കവാറും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ചാൻസ് ഉണ്ട് മച്ചാമരെ വരാൻ. എന്തായാലും വരട്ടെ മച്ചാമരെ, ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി കൊനാമി കൊണ്ടുവരട്ടെ. അപ്പൊ എന്തായാലും മാനേജറൊക്കെ മാറിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ മച്ചാമരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുന്ന അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.